നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. UDF സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിൽ ഇടം പിടിച്ചതോടുകൂടി ശ്രീനാദേവി കുഞ്ഞമ്മയെ ലക്ഷ്യമാക്കി എതിരാളികൾ രംഗത്ത്. വ്യാജരേഖ ചമച്ച് എന്നാരോപിച്ച് റേഷൻ കാർഡ് റദ്ദാക്കിയതിന് പിന്നാലെ ശ്രീനാദേവിയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത് അടൂർ RTOയുടേത് നടപടി പുറത്തുവരികയാണ്. SIR നടപടിയുടെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് പേര് ചേർത്തതായി യശോധയുടെ മകൾ കണ്ടെത്തിയത്. തുടർന്ന് മകൾ നൽകിയ പരാതിയിലാണ് അടൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ നടപടിയെടുത്തത്. വോട്ടർ പട്ടികയിൽ നിന്നും ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര് വെട്ടി. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗമാണ് ശ്രീനാദേവി കുഞ്ഞമ്മ. വ്യാജരേഖയുണ്ടാക്കിയെന്നാണ് ആരോപണം. റേഷൻ കാർഡിൽ പേര് ചേർത്തത് അങ്ങനെയാണെന്നും ഇതിനെ തുടർന്ന് റേഷൻ കാർഡ് റദ്ദാക്കുകയും ചെയ്തിരുന്നു. ഈ റേഷൻ കാർഡിലെ മേൽവിലാസത്തിലാണ് വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നത്. അടൂർ RDOയുടേതാണ് നടപടി. പേര് ചേർത്തത് കാർഡ് ഉടമയുടെ ഭർത്തൃ സഹോദരിയുടെ മകൾ എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ്. എന്നാൽ കാർഡ് ഉടമയ്ക്ക് ഭർത്തൃ സഹോദരിയോ മകളോ ഇല്ല എന്ന പരാതിക്കാരൻ വ്യക്തമാക്കി. പരാതിയിൽ നടപടിയുമായി അടൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ നടപടിയും എടുത്തു. ശ്രീനാദേവി ഉൾപ്പെടെ റേഷൻ കാർഡ് റദ്ദാക്കി. കാർഡ് ഉടമ 2024 സെപ്റ്റംബർ മാസം 18-ാം തീയതി മരണപ്പെട്ടിരുന്നു. നിലവിൽ ഈ മേൽവിലാസത്തിൽ താമസക്കാരും ഇല്ല എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. അതുകൊണ്ട് തന്നെ റേഷൻ കാർഡ് തന്നെ റദ്ദാക്കുകയായിരുന്നു. അതേസമയം വിഷയത്തിൽ കോടതിയെ സമീപിക്കുമെന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ പ്രതികരിച്ചു. തനിക്ക് വ്യക്തമായ തെളിവുകൾ ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ കോടതിയിലേക്ക് പോകുമെന്ന് പറഞ്ഞു. മാത്രമല്ല, നിലവിലെ ഈ ജനപ്രതിനിധിയാണ് അവർ. അതുകൊണ്ട് തന്നെ ആ അംഗത്വം കൂടി റദ്ദാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കളികൾ അറിഞ്ഞു കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, ശ്രീനാദേവി കുഞ്ഞമ്മയെ പോലെയുള്ള വളരെ ശക്തയായ നേതാവിനെ കോൺഗ്രസ് മത്സരിപ്പിക്കണമെന്നടക്കമുള്ള ആവശ്യം ഉയർന്നു വന്ന ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ശ്രീനാദേവിക്കിട്ടുള്ള ഒരു പണി കൊടുക്കാം, ഉച്ചന്തലേ തന്നെ അടിച്ചേക്കാം എന്ന് കരുതിയുള്ള നീക്കങ്ങൾ വരുന്നത്. MA ഷഹനാസാണ് ഈ ആരോപണം ആദ്യം മുന്നോട്ട് കൊണ്ടുവന്നത്. പിന്നാലെ തന്നെ ഈ ആരോപണം ഏറ്റുപിടിക്കുകയായിരുന്നു. ദീർഘനീളമുള്ള ആരോപണവും ഒക്കെ തന്നെ ഫേസ്ബുക്ക് കുറിപ്പായൊക്കെ തന്നെ പങ്കുവെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ശ്രീനാദേവി കുഞ്ഞമ്മ കൃത്യമായി തന്നെ കോടതിയിൽ പോയി ഇതിന് നീതി നേടിയെടുക്കുക തന്നെ ചെയ്യുമെന്നാണ് ആവർത്തിക്കുന്നത്.